നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് രേണു. ഒരിക്കൽ കൂടി പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരത്ത് പ്രണയവുമായി ഞാൻ എത്തിയിരിക്കുകയാ. നീ മൗനമായി വന്ന നാൾ മുതൽ ഞാൻ നെയ്ത സ്വപ്നങ്ങൾക്ക്, എൻ്റെ ചിന്തകൾക്ക് നിറക്കൂട്ടേറിയ ചിത്രശലഭമാണ് നീ. എനിക്കാവില്ല ഒരു നാളും സഖി നിന്നെ പിരിഞ്ഞിരിക്കാൻ. പ്രണയം ആഗ്രഹിക്കുന്നവരുണ്ട്, അത് കൊതിക്കുന്നവരുണ്ട്. ഒരിക്കലെങ്കിലും ഒന്ന് പ്രണയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പ്രണയത്തിൻ്റെ തീരത്തേക്ക് നിങ്ങളുടെ കൈ പിടിക്കാൻ ഞാൻ റീനു കൂടെയായിരിക്കുക 1 മണി വരെ. ബിക്കോസ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് ലവ്. Love is never a game, but for some people, sometimes it is. Club FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. നമ്മൾ കേട്ടത് കാതലയ്ക്ക് മര്യാദ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഒരു വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ അയച്ചു തന്ന ഒരു മെസ്സേജ് ഇന്ന് ഞാൻ വായിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും. ജൊഹാന എനിക്ക് അയച്ചു തന്നിരിക്കുന്ന മെസ്സേജ് റൂംമേറ്റിനെ കുറിച്ചാണ്. അവർ 3rd ഇയർ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരേ റൂമിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ സെലീന എന്ന് പറയുന്ന അവളുടെ കൂട്ടുകാരിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ പ്രണയത്തിലാണ്. ഈ ആൺകുട്ടിയാണെങ്കിൽ വളരെ മോശം സ്വഭാവമുള്ളൊരു പയ്യനാണ്. ജൊഹാനക്ക് നേരത്തെ തൊട്ട് അവനെ അറിയാം. എന്നാൽ ഇവനെ കാണാൻ നല്ല ശീലമാണ്. അവൻ സംസാരിക്കുന്ന കേട്ടാൽ നമ്മൾ വീണു പോകുന്നാണ് പറയുന്നത്. ഷീ ഡസൻ നോ എന്താ ചെയ്യേണ്ടതെന്ന്. സെലീനയോട് പറഞ്ഞാൽ ചിലപ്പോൾ സെലീന തെറ്റിദ്ധരിക്കാം, ഇനി പറഞ്ഞാൽ അതൊരു പ്രശ്നമാവുകയും ചെയ്യാം. സോ ഷീസ് ആസ്കിങ് എന്താണ് അവൾ ചെയ്യേണ്ടതെന്ന്. ഇതിൻ്റെ ഉത്തരങ്ങൾ എന്നോട് പറയണം. കൂടാതെ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ക് വാല ലവ്. ഹായ്, ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. വിളിക്കാൻ ശ്രമിക്കുന്ന ആരെയാണെന്നറിയോ? നിശാന്തിനെയാ. ഹലോ, നിശാന്ത് ആണോ? സമാധാനം കിട്ടിയല്ലോ. എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കണു നിശാന്ത്? അല്ലല്ലോ, ആമ്പിള്ളേർ എങ്ങനെയാ കുറച്ച് കഴിയുമ്പോ സോറി ഇതാരാ, എനിക്ക് നിന്നെ അറിയില്ല. എനിക്കറിയാം. ആ ചിരി മൊത്തത്തിലൊരു കള്ളത്തരാണല്ലോ. നിങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ നാട്ടിൽ പ്രണയിച്ച് വഞ്ചിച്ചിട്ടില്ലേ? 7 പെൺകുട്ടികളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തിട്ടില്ലേ? 7 പെൺകുട്ടികളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തിട്ടില്ലേ? ആ പിന്നെ ചുമ്മാ നിശാന്ത് എന്നുള്ള പേര് കേട്ടാലേ അറിയാം ആളൊരു മഹാ തെമ്മാടിയാത്. അല്ലേ? സത്യം പറയൂ. ഒരു പാവാണോ? നിശാന്തിനോട് എനിക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കൂടെ ആയിരിക്കുക ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. ആരും കാണാതെ നമുക്കവിടെ ഇരിക്കാം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എന്തിനെന്നറിയത്തില്ല, എനിക്കറിയാം. നിശാന്തിന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നിശാന്തിനെ നേരത്തെ പിടിച്ചു നിർത്തിയേക്കായിരുന്നു. നിശാന്ത് പ്രണയിച്ചിട്ടുണ്ടാവുമല്ലോ, ആ പ്രണയത്തെ കുറിച്ച് എന്റെ അടുത്ത് പറയോ? ആദ്യമായിട്ട് തോന്നിയതാണ്, പക്ഷെ പണി നമുക്കിട്ട് തന്നിട്ട് പോയെന്ന് മാത്രം. എന്നാ പറ്റി? ഒന്നും പറ്റിയൊന്നുമല്ല. പിന്നെ പ്രണയം ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പൊസസീവ് ആയിരുന്നു ഞാന്. ആ പൊസസീവ്നെസ് ആ ഒരു കെയറിംഗ് ഉള്ള രീതിയിലാണ് ഞാൻ പൊസസീവ് ആയത്. പക്ഷെ അത് എങ്ങനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ? പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഒരുപാട് വൈകി പോയി. പിന്നെ തോന്നിയത് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. പ്രാക്ടിക്കലായിട്ട് അതാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ താല്പര്യം എനിക്ക് തോന്നി. ചില ആൺകുട്ടികള് പറയണമല്ലോ, ഇപ്പൊ പ്രണയിക്കുന്ന സമയത്ത് അവർ ഒരുപാട് പൊസസീവായിട്ട് കാണിക്കും. ഇപ്പൊ നിശാന്ത് പറഞ്ഞ പോലെ തന്നെ നമ്മളെ വല്ലാതെ സഫോക്കേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് തോന്നും ഇപ്പോഴേ ഇങ്ങനെയാണെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാന്ന്. അല്ലല്ല, ഞാനത് പ്രിറ്റൻഡ് ചെയ്യുന്നതായിരുന്നില്ല. ഒരുപാട് കെയർ എന്നുള്ള രീതി തന്നെയാണ് ഞാൻ. കാരണം എന്റെ വീട്ടില് എനിക്ക് 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അവരോടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ഈ കുട്ടിയെ കാണിച്ചത്. പക്ഷെ ആ കുട്ടിയുടെ സിറ്റുവേഷൻസ് പോയിട്ട് ഡിഫറെന്റ് ആയിരുന്നു. അച്ഛനമ്മയ്ക്കും ഒരൊറ്റ മോളായിരുന്നു. അപ്പൊ അവരൊരുപാട് കെയർ ചെയ്ത് വളർത്തിയവരാണ്. എന്റെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ മനസ്സിലാക്കാൻ പറ്റിയില്ല.
അതെ, അത് മാച്ചായില്ല. പക്ഷെ ഞാൻ അവരുടെ ഒരു റേഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി. അപ്പൊ നാട്ടിലാരെയും പറ്റിച്ചിട്ടില്ല? ഞാൻ പറ്റിച്ചിട്ടില്ല ഇതുവരെ. എനിക്കൊരു പറ്റീര് കിട്ടിയത് മാത്രമേ ഉള്ളൂ. പറ്റീരാണ് ഈ പറ്റീര്. അതെ, അതിനുശേഷം പിന്നെ ആരോടും പറ്റാനായിട്ട് പോയിട്ടുമില്ല. പേടിച്ചു പോയോ? പേടിച്ചു പോയതല്ല, ലൈഫിൽ ശരിക്കൊരു ലെസൺ ആയിരുന്നു എനിക്ക്. നല്ലൊരു പാഠം തന്നെയായിരുന്നു. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ചിലേക്ക് വരണമെന്നില്ല. അല്ല നിശാന്ത്, ഒരു ലിമിറ്റ് കഴിഞ്ഞാ, അതിപ്പോ ഞാനൊരു പെൺകുട്ടിയാണ്ട് എനിക്ക് പറയാം, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പൊസസീവ്നെസ് പലപ്പോഴും പ്രശ്നമായിട്ട് വരും. അത് ശരിയാണ്. അതെ അതെ, അത്രയും ഇതിലോട്ട് നമ്മൾ പോകരുതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായി. പക്ഷെ ഒരിക്കലും നമ്മൾ അവരുടെ ഫ്രീഡത്തില് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈവച്ചിട്ടൊന്നും ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ്സ് ഫോളോ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ഞാനത് മനസ്സിലാക്കിയില്ല. ആ സമയത്ത് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരു ലേറ്റ് ആയി പോയെന്ന് മാത്രം. കുഴപ്പമില്ലടോ, അടുത്ത തവണ നമുക്ക് പറ്റീര് പറ്റാതെ നോക്കാം. ഇല്ലല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഫോർവേഡ് മെസ്സേജ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മള് അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ്, എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളാണ്. നിശാന്ത്, ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് ഞാൻ വിടാട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാം, ഒരു മെസ്സേജ് അയക്കണോ ഇങ്ങോട്ട്? എന്നാൽ 56070 ആണ് നമ്പർ. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.